Hello students, ഞാൻ ധന്യ വർഗീസ്, നിങ്ങളുടെ ഫാക്കൽറ്റി ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ അഡ്രസ്സ് ചെയ്യുന്നത് സെപ്റ്റംബർ 2024 അറ്റംപ്റ്റ് കഴിഞ്ഞ് ജാൻ 2025 അറ്റംപ്റ്റിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഗ്രൂപ്പ് 2 പേപ്പറാണ്. അപ്പോൾ ഈ പറയുന്ന പേപ്പറിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ, അതായത് ഇൻ ദ കമ്മിങ് മന്ത്സ് ഒക്ടോബർ, നവംബർ, ഡിസംബർ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും ഫോർ ജാനുവരി അറ്റംപ്റ്റ്. അതായത് നമ്മൾ ഫോക്കസിങ് ഓൺ ബോത്ത് ഗ്രൂപ്പ്സ് ആണ്. അതായത് സിംഗിൾ ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ചും കൂടെ നല്ല ടൈം എടുത്ത് നിങ്ങൾക്കൊരു വൺ ടൈം റിവിഷനും കൂടെ കിട്ടും ഈ സ്റ്റഡി പ്ലാനിൽ കൂടെ. ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എങ്ങനെ ആ പഠിത്തത്തിന് കൂടെ തന്നെ ലൈക്ക് നമ്മളൊരു മന്തിലേക്ക് വേണ്ടി മാത്രം മാറ്റി നിന്ന് നമുക്ക് റിവിഷൻസ് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ നമ്മുടെ ആ പ്ലാൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കൊരു റിവിഷൻ കൂടെ പ്ലാൻ ചെയ്യാം, എങ്ങനെ ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഈ സ്റ്റഡി പ്ലാനെ കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റാർട്ടിങ് ഫ്രം ഒക്ടോബർ 15 നെക്സ്റ്റ് 60 days ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിലും സിംഗിൾ ഗ്രൂപ്പ് മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും എങ്ങനെ നിങ്ങൾക്ക് SM എന്ന് പറയുന്നൊരു പേപ്പർ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ആക്ച്വലി PDF കാണാൻ പറ്റും. ഒരു പെർ ഡേ നമ്മൾ മാക്സിമം ഇട്ടേക്കുന്നത് ഒരു 4 to 5 topics ആണ്. സോ ഇതിനകത്ത് ആകെ ഒരു ഡിഫറൻസ് വരുന്നത് ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ you will be giving only 2 hours per day. അതായത് 1 hour you will read and study everything and 1 hour mandatory ആയിട്ട് അത് റൈറ്റിംഗ് പ്രാക്ടീസ് വേണം. കാരണം ഈ FM and SM എന്ന് പറയുന്ന പേപ്പർ എക്സംഷൻ മേടിക്കാൻ ഭയങ്കര എളുപ്പമുള്ളൊരു പേപ്പറാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഇപ്പോൾ തീരെ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ യു വിൽ only be focusing on FM. എന്നിട്ട് തീരെ പഠിക്കാതോ. ഞാൻ എപ്പോഴും പറയുന്നതാണ് ക്ലാസ്സിൽ, FM മാത്രം പഠിച്ചാലും പാസ്സാവില്ല, SM മാത്രം പഠിച്ചാലും പാസ്സാവില്ല. സോ ഇറ്റ്സ് വെരി ഈസി ടു സ്കോർ ഇൻ എക്സംഷൻ. ജസ്റ്റ് നിങ്ങളുടെ കുറച്ച് ടൈം അതിനകത്ത് അലോട്ട് ചെയ്തിട്ട് റൈറ്റിംഗ് പ്രാക്ടീസ് ഒന്ന് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു സ്കോർ ഫോർ FM and SM. സോ ഈ 2 hours മാത്രമേ ഈ പറയുന്ന ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന കുട്ടികൾ അലോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതായത് നിങ്ങൾക്ക് കോസ്റ്റിംഗ് പഠിക്കുമ്പോഴോ, നിങ്ങൾ അഡ്വാൻസ് അക്കൗണ്ട്സ് പഠിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് പഠിക്കുമ്പോഴോ, എനി കൈൻഡ് ഓഫ് പ്രോബ്ലം പേപ്പർ വെൻ യു സ്റ്റഡി യു ജസ്റ്റ് ഫോക്കസ് 2 hours. അതായത് മോർണിംഗ് 1 hour ആൻഡ് ഈവനിങ് 1 hour. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. രാവിലെ പഠിക്കുന്നു, വൈകുന്നേരം എഴുതുന്നു, ഓർ വൈസ് വേഴ്സ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എഴുതുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് നല്ലപോലെ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഇഫ് യു ആക്ച്വലി സി നമ്മൾ 5 chapters പെർ ഡേ ടോപ്പിക് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടൈം എടുത്തിട്ട് ഡിവൈഡ് ചെയ്തേക്കണം. സോ നിങ്ങൾ ഓവർ ബർഡൻഡ് ആവുന്നില്ല ബാക്കി സബ്ജക്ട്സ് പഠിക്കുന്ന സമയത്ത്. നമ്മൾ തൊട്ട് മുന്നേ ഒരു ലോയുടെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ബോത്ത് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് സൈമിൾട്ടേനിയസ്ലി പ്രിപ്പയർ ചെയ്ത് പോകുമ്പം ഈ പറഞ്ഞ SM എന്ന് പറഞ്ഞൊരു പേപ്പർ ഒരു ബർഡൻ ആകുകയില്ല. സോ 1 hour നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ PDF കാണാൻ പറ്റും ആ ഒരു 5 topics കൊടുത്തിട്ടുണ്ട്. ആ 5 topicsനെ റിലേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വർക്ക് ബുക്കിൽ കിടപ്പുണ്ടോ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തണം. കാരണം ഇറ്റ് മൈറ്റ് ബി എ വെരി ഈസി ടോപ്പിക് വെൻ യു സ്റ്റഡി, ബട്ട് ദാറ്റ് മൈറ്റ് നോട്ട് ബി വെരി ഈസി വെൻ യു ആക്ച്വലി സീ ദ ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കാണാൻ പറ്റും. രമേശ് ശർമ്മ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ യു മൈറ്റ് ഫീൽ ലൈക്ക് അതിനകത്ത് ഒരു ലിമിറ്റേഷൻ മാത്രം എഴുതിയാൽ മതി, ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതണ്ട, ബാക്കി ലിമിറ്റേഷൻസ് എഴുതണ്ട എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. പക്ഷെ നമ്മൾ ക്ലാസ് സോൾവ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഈച്ച് ലിമിറ്റേഷൻ ഫ്രം രമേശ് ശർമാസ് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ വേണം എഴുതാനായിട്ട്. സോ ഓൺലി ഇഫ് യു പ്രാക്ടീസ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു റൈറ്റ് ആൻഡ് വാട്ട് നോട്ട് ടു റൈറ്റ്. കാരണം വായിച്ച് മാത്രം പഠിക്കുന്ന ഒരു ടെൻഡൻസി പൊതുവേ സെമിനാറിൽ കാണാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല. Now coming to the single group students, you have to spend 4 hours per day. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 2 hours നല്ല വൃത്തിക്ക് പഠിക്കുക. അതിനകത്ത് ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, ചെറിയ ബുള്ളറ്റിൻ പോയിന്റ്സ്. വി ഓൾവേസ് ഫോക്കസ് ഓൺ കീവേഡ്സ്. നമ്മുടെ മെറ്റീരിയലിനകത്ത് എപ്പോഴും സർക്കിൾ ചെയ്ത് കീവേഡ്സ് പഠിച്ചിട്ടുണ്ട്. ആ കീവേഡ്സ് വെച്ച് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ആൻഡ് വെൻ യു സ്റ്റഡി ഇൻ ദ ഈവനിങ് കീവേഡ്സ് ഒന്നും കൂടെ എടുത്ത് വായിക്കുക. ദെൻ യു വിൽ മാനേജ് യുവർ ടൈം. നമ്മളെപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് 7 to 8 minutes വെച്ചിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ആ നിങ്ങൾക്കൊരു എക്സ്ട്രാ ബോണസ് 2 hours കിട്ടുന്നുണ്ട്. ആ ടൈമിൽ പ്രസൻ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന RTP NTPന്ന് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഒരു 5 topics 6 topics അല്ലെങ്കിൽ ഒരു 3 topics അതിനെ ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പ്രസൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഇപ്പം ജാൻ്റെ വന്നിട്ടില്ല, അപ്പോൾ സെപ്റ്റംബറിൻ്റെയോ അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ RTPയുടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസും കൂടെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളൊരു എഫേർട്ട് കൊടുക്കണം. സോ ദാറ്റ് ആ 4 hours നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് യു ആർ ആക്ച്വലി ഗെറ്റിംഗ് 2 hours ടു സ്റ്റഡി ആൻഡ് 2 hours ഇൻ ദ ഈവനിങ് യു ആർ ഡൂയിങ് ദ വർക്ക് ബുക്ക് പ്ലസ് റിലേറ്റഡ് RTP NTP ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങളുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ഏതെങ്കിലും ചാപ്റ്റർ വിടാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. നിങ്ങൾക്ക് PDF കാണാൻ പറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ വെയിറ്റേജാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അടിയിൽ അവർ ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുമുണ്ട്. ഏതെങ്കിലും ചാപ്റ്റർ അവർക്ക് തോന്നുന്ന രീതിയിൽ അവർക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് കൂട്ടാം അല്ലെങ്കിൽ പെർസെൻറ്റേജ് കുറയ്ക്കാം. സോ വി നെവർ നോ. നമ്മളിപ്പോൾ വിടുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെ കൺസേൺ ആണ് ചാപ്റ്റർ 5. അപ്പോൾ ഞാൻ അതിൻ്റെ ഷെഡ്യൂൾ ഇട്ടേക്ക് നിങ്ങൾക്ക് താഴത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ചാപ്റ്റർ 5 ഏറ്റവും അവസാനം ഇട്ടിട്ടുള്ളൂ. 2 ഇൻറ്റൻഷനാണ്. ഒന്ന്, നിങ്ങൾ വളരെ കുറച്ച് 2 topics 3 topics, ചില ദിവസങ്ങളൊക്കെ 1 topic ഇട്ടിട്ടുള്ളൂ. പിന്നെ ഏറ്റവും അവസാനത്തോട് അടുത്ത് പഠിക്കുന്നുള്ളത് മറക്കാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. സോ 2 ഇൻറ്റൻഷൻസ് ആണ്.
അപ്പോൾ അത് നിങ്ങൾ 5th ചാപ്റ്റർ വിടാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. വാട്ട് ഇഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ 5th ചാപ്റ്ററാണ് മാർക്സ് കൂടുതൽ ചോദിക്കുന്നതെങ്കിലോ? സോ ഡോണ്ട് ലീവ് എനി പെർട്ടിക്കുലർ ചാപ്റ്റർ, യു ആർ ടേക്കിംഗ് റിസ്ക്. കാരണം കഴിഞ്ഞതിന് മുന്നിലത്തെ അറ്റംപ്റ്റ് നോക്കുവാണെങ്കിൽ ഈ പ്രോബ്ലം മാത്രം ഫോക്കസ് ചെയ്യുന്ന ചില സ്റ്റുഡൻസ് ഉണ്ട്. അന്ന് FM ഭയങ്കര ഡിഫിക്കൽട്ടും SM വാസ് വെരി സിമ്പിൾ. സോ FM ആൻഡ് SM പഠിച്ചു പോലെ SM നന്നായിട്ട് എഴുതിയ ഒരു കുട്ടിക്ക് FM ഏകദേശം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് കിട്ടി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്ക് 50s മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. സോ വി നെവർ നോ, ദിസ് ക്യാൻ ഹാപ്പൻ വിത്ത് SM ഓൾസോ. FM ഭയങ്കര ഈസിയാക്കി നിങ്ങൾ SM മാത്രം പഠിക്കുന്ന FM പഠിക്കാതെ പോയാലും ഇങ്ങനത്തെ ഒരു പ്രശ്നം സംഭവിക്കാം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ട് പഠിക്കാൻ പാടുള്ളൂ. സോ ഡോണ്ട് ലീവ് എനി ചാപ്റ്റേഴ്സ് ബിക്കോസ് ഇൻ ദ PDF ഇറ്റ്സ് വെരി ക്ലിയർ. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇറക്കിയേക്കുന്ന ഒരു മാർക്ക് ഡിസ്ക്രിപ്ഷൻസ് ആണ് ഈക്വൽ വെയിറ്റേജ് ഫോർ ഓൾ ചാപ്റ്റേഴ്സ്. സോ അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ആ സ്റ്റഡി പ്ലാൻ കൊടുത്തേക്കുന്നത്. എക്സാക്ട്ലി അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. നൗ നെക്സ്റ്റ്, റിവിഷൻസ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് കൺസേൺ ആയിട്ട് എപ്പോഴും വരാറ്. അതായത് നമ്മൾ നോക്കുമ്പോൾ എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്നത് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് മന്തിലേക്ക് റിവിഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്യും. ശരിക്കും അങ്ങനെയല്ല നമ്മൾ റിവിഷൻ പ്ലാൻ ചെയ്യുക. നമ്മളിപ്പോൾ എഗെയിൻ ഈ ഷെഡ്യൂൾ നോക്കുന്ന സമയത്ത്, ഈ സ്റ്റഡി പ്ലാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളൊരു 5 days പഠിക്കുന്നു ആൻഡ് ദ 6th day വിൽ ബി എൻ ഓഫ് ഡേ. അതായത് നിങ്ങൾ ആ ദിവസം SM എന്ന് പറഞ്ഞൊരു പേപ്പർ നോക്കേണ്ട ആവശ്യമില്ല. The 7th day will be actually a revision of whatever you studied in the first 5 days. കാരണം അങ്ങനെ പോകുമ്പോൾ നമുക്ക് മറന്നു പോകാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ട് പോകുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ മറന്നിട്ടുണ്ടാവും, സെക്കൻഡ് ചാപ്റ്ററിനെ കുറച്ച് നമ്മൾക്ക് ഈസി എന്ന് പറഞ്ഞ ടോപ്പിക്സ് നമ്മൾ ഓർത്തിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം ബ്ലാങ്ക് ആവും, വീണ്ടും ആദ്യം തൊട്ട് പഠിക്കേണ്ടി വരും. അതൊരു പ്രോപ്പർ റിവിഷൻ പ്ലാൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ജസ്റ്റ് ഫോളോ ലൈക്ക് ദിസ്. കാരണം തിയറി ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യിപ്പിച്ചിട്ട് നല്ല മാർക്സ് എക്സാമിഷൻസ് സ്കോർ ചെയ്തിട്ടുണ്ട് കുറേ സ്റ്റുഡൻസ്. സോ എക്സാക്ട്ലി റിവിഷൻസ് പ്ലാൻ ചെയ്യേണ്ടത് ഇങ്ങനെ. ഞാൻ അവിടെ റിവിഷൻ ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. സോ റിവിഷൻ ഡേ വാട്ട് യു ഹാവ് ടു ഡു 2 things. ഒന്ന്, എൻറ്റയർ നമ്മൾ ആ കീവേഡ്സ് ഒക്കെ എഴുതി വെച്ചേക്കുന്നത് മൊത്തം ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ബോർഡ് ഗ്രൂപ്പ് എഴുതുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് കീവേഡ്സ് എഴുതാൻ സമയമില്ല, ബട്ട് യു ഹാവ് സർക്കിൾ ദ സെയിം തിങ് ഇൻ യുവർ സ്റ്റഡി മെറ്റീരിയൽ. യു വിൽ റീഡ് ഇറ്റ്. അതേ സംഭവം സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്ന കുട്ടികളാണെങ്കിൽ അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, യുവർ ഓൺ ഹാൻഡ് റൈറ്റിംഗ്. സോ യു വിൽ റീഡ് ദാറ്റ്. എന്നിട്ട് ആ റിവിഷൻ ഡേ വായിച്ചാൽ മാത്രം പോരാ. ചില ക്വസ്റ്റ്യൻസ് ചില ചാപ്റ്ററിൽ യു മൈറ്റ് ഹാവ് ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൾട്ട്, ഭയങ്കര ഡിഫിക്കൽട്ടാണ് എനിക്ക് ഓർത്തിരിക്കാൻ, അല്ല അതിനകത്തൊരു പെർട്ടിക്കുലർ ഏരിയ അത് മനസ്സിലാക്കി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നുകൂടെ എഴുതും. സോ റിവിഷൻ ബിക്കംസ് വെരി പ്രൊഡക്റ്റീവ്. സോ ടെക്നിക്കലി നിങ്ങൾ വർക്ക് ബുക്ക് അതതായ ടോപ്പിക്ക് പഠിക്കുന്ന അന്ന് ചെയ്യുകയും ചെയ്യും. റിവിഷൻ ഡേയുടെ അത് വീണ്ടും ഒരു റെപ്പിറ്റേഷനായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെപ്പിറ്റേറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മളത് കുറച്ചും കൂടെ കൂടുതൽ ഓർത്തിരിക്കാനായിട്ടുള്ളൊരു നമുക്ക് തന്നെ ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണ്. സോ ദാറ്റ് തിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ചില ദിവസങ്ങളിൽ ടെസ്റ്റ് പേപ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ടെസ്റ്റ് പേപ്പർ ഡേയിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു വിൽ ഹാവ് ടു പ്രാക്ടീസ് പ്രീവിയസ് MTPs or previous question papers. It's very important that you do that. ടെസ്റ്റ് പേപ്പറിൽ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നല്ല എൻ്റെ സ്റ്റുഡൻറ്റ് അല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ പറയുകയാണ്, 1 hour SM അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. സോ യു ഗെറ്റ് 2 hours ഫോർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പം ഇൻക്ലൂഡിങ് മൾട്ടിപ്പിൾ ചോയ്സ് യു ഹാവ് ഓൺലി 1 hour എന്ന് വിചാരിക്കുക. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ തിയറി അതിൻ്റെ ഉള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ടോപ്പിക് ഓർത്തെടുക്കണം, പിന്നെ അത് എഴുതണം, ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആണെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ ഇതിന് വേണ്ടിയിട്ട് ഉള്ളി പ്രാക്ടീസ് വിൽ മേക്ക് ഇറ്റ് ആക്ച്വലി പെർഫെക്റ്റ്. അപ്പോൾ അത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യണം. ടൈം മാനേജ്മെൻറ്റ് ഷുഡ് ബി ഓൺലി 1 hour നോക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാം? ICAയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇറ്റ് ഈസ് അവൈലബിൾ. ഞാൻ ക്ലാസ്സിൽ പറയാനുണ്ട്, ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്, ചിലതൊക്കെ ചില മിസ്റ്റേക്സ് പോലെ തോന്നിയിട്ടുണ്ട്. ബാക്കിയെല്ലാം യു ക്യാൻ ആക്ച്വലി ഗെറ്റ്. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല ഇപ്പോൾ വരാറ്. നിങ്ങൾക്ക് വരുന്നത് തന്നെ ഒരു കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് സോൾവ് ചെയ്യേണ്ടത്. അതിനും നല്ല പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു 7 to 8 minutes കൊണ്ട് അത്രയും മൾട്ടിപ്പിൾ ചോയ്സ് കംപ്ലീറ്റ് ചെയ്യണം, 15 മാർക്സ് കിട്ടണം. സോ ദാറ്റ് ഓൾസോ യു വിൽ പ്രാക്ടീസ് ഓൺ ദ ടെസ്റ്റ് പേപ്പർ ഡേ. ആ ടെസ്റ്റ് പേപ്പർ ഡേയിൽ അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്നെങ്കിൽ MTP, RTP ഓർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് നേരത്തെ വെക്കണം. ടെസ്റ്റ് പേപ്പർ ഡേയിൽ ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓൾറെഡി ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറിയാമല്ലോ, പക്ഷേ ക്വസ്റ്റ്യൻസ് അറിഞ്ഞോട്ടെ, പക്ഷേ അതേ സാധനം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റണ്ടേ തിയറി. ആ പറയുന്ന സംഭവത്തിൽ ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. ടൈം മാനേജ്മെൻറ്റ്, ഈ ടെസ്റ്റ് പേപ്പറും കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അറിയുക മാത്രം അതല്ല നമ്മുടെ ഇൻറ്റൻഷൻ. ടൈം മാനേജ്മെൻറ്റ് ബെറ്റർ ആക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ അറിഞ്ഞിട്ട് നമുക്ക് എത്ര ടോപ്പ് പോയിന്റ്സ് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റി, മൾട്ടിപ്പിൾ ചോയ്സ് സോൾവ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ടെസ്റ്റ് പേപ്പർ ഡേയിലേ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് നിങ്ങൾ കുറച്ച് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. സോ ബോർഡ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, സിംഗിൾ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ടെസ്റ്റ് പേപ്പർ ഡേയിൽ ടെസ്റ്റ് പേപ്പേഴ്സ് ചെയ്യുക, റിവിഷൻ ഡേയിൽ പ്രോപ്പറായിട്ട് റിവിഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുക. സോ നമ്മൾ ഈ പറഞ്ഞ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻറ്റ് എടുക്കണം. അപ്പോൾ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് യു ക്യാൻ ആക്ച്വലി സീ ദ റിമാർക്സ് കോളം. അവിടെ ഓരോ ടോപ്പിക്കിൻ്റെ റെസ്പെക്റ്റീവ് വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ റെഫറൻസ് ആയിട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ടോപ്പിക്ക് പെൻഡിങ് ആണെന്ന് റൈറ്റിൽ എഴുതി വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു ഡു ദാറ്റ്. സോ നമുക്കറിയാം എന്തൊക്കെ പെൻഡിങ് ആണ്, എന്തൊക്കെ കംപ്ലീറ്റഡ് ആയെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും.
സോ അതിന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻറ്റ് തന്നെ എടുക്കാം. ഓക്കെ, so I hope this video was very helpful. Give your best for Jan 2025. All the very best. Thank you.